അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ ചക്കരയ്ക്കും കള്ളിനും ചെത്തുന്നവനാണെന്ന് ഇന്ന് വീണ്ടും തെളിയിച്ചു. അതായത് ശബരിമലയിലത്തെ സ്വർണ്ണപ്പാളി വിവാദത്തില് വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് പിണറായി സർക്കാരിനെ വിമർശിച്ചത്. മാത്രമല്ല കേരളത്തിലെ പ്രബുദ്ധ ജനതയെ ഒന്ന് നന്നായിട്ട് ആക്കിയിട്ടുമുണ്ട്. നമസ്കാരം. അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയാണല്ലോ. അതായത് അത് വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോരുത്തരുടെയും വാദങ്ങൾ മാറിയും മറിഞ്ഞുകൊണ്ടിരിക്കുന്നു, പരസ്പര വിരുദ്ധങ്ങളാകുന്നു. അങ്ങനെയുള്ള സമയത്ത് ഇന്ന് നമ്മളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രശാന്ത് വളരെ ക്ഷുഭിതനായിട്ട് കാണപ്പെട്ടു മാധ്യമങ്ങളുടെ മുമ്പിൽ. അതായത് അദ്ദേഹം അതിൻ്റെ ഇടയിൽ അബദ്ധത്തിൽ വായിന്നൊരു കാര്യവും കൂടി വീണു. അതായത് കൃത്യമായിട്ട് പറഞ്ഞത്, എന്റെ കാലത്തല്ലല്ലോ ഇത് സംഭവിച്ചത്, 2019 അതിന് ഞാൻ എങ്ങനെയാണ് ഉത്തരവാദിയാവുന്നത് എന്നുള്ള ഒരു ചോദ്യം ക്ഷുഭിതനായിക്കൊണ്ട് ചോദിച്ചു. അതായത് സഹി കെട്ടു എന്ന് തന്നെ അർത്ഥം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് വീണ്ടും അതിന്റെ ആ ഒരു അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടിയിട്ട് സമീപിച്ചത് എന്നുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് അദ്ദേഹം വിചിത്രമായിട്ടുള്ള ഒരു വാദവും മുന്നോട്ട് വെച്ചു. അതായത് ഈ സ്വർണ്ണപ്പാളിയുടെ ഗ്യാരണ്ടി പേപ്പറുകളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ്, അതുകൊണ്ടാണ് ഈ 2025 അദ്ദേഹത്തിനെ തന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നത് എന്നുള്ള ഒരു വാദം. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കാണിക്കയായിട്ട് എന്തെങ്കിലും ഒരു വസ്തുവോ അല്ലെങ്കിൽ പണമോ ദേവന് കൊടുത്തു കഴിഞ്ഞാൽ അത് ദേവന്റെ സ്വത്താണ്. അപ്പോൾ ആ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഗ്യാരണ്ടി പേപ്പർ അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പേരിലല്ലേ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റിയില്ല. ഇനി നമുക്ക് വെള്ളാപ്പള്ളിയുടെ വിഷയത്തിലേക്ക് കടക്കാം. അതായത് വെള്ളാപ്പള്ളി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്വർണ്ണപ്പാളി വിവാദമാണ് ചർച്ചയ്ക്കെടുത്തത്. അപ്പോൾ സ്വർണ്ണപ്പാളി വിവാദത്തിൽ അദ്ദേഹം കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതായത് കാലാകാലങ്ങളായിട്ട് ദേവസ്വം ബോർഡുകളിൽ ഇതുപോലെയുള്ള കള്ളത്തരങ്ങളും മോഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു, അതായത് ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ ഇത്രയും നാളപ്പോ ഇദ്ദേഹവും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നമ്മളുടെ ഹിന്ദുക്കളുടെ നായകൻ, ഈഴവ സമുദായത്തിന്റെ നായകൻ ഒക്കെ ഈ കള്ളത്തരങ്ങളെല്ലാം ഇത്രയും നാൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഈ ഒരു സ്വർണ്ണപ്പാളി വിവാദത്തിന് നിമിത്തമായി മാറി. ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷമാണല്ലോ ഇത് ചർച്ചയായത്, ഈ കള്ളിയെല്ലാം പുറത്തേക്ക് വന്നത് എന്നുള്ള ഒരു ഭാഷയും അദ്ദേഹം പറഞ്ഞു. അതായത് അയ്യപ്പന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തപ്പോൾ അയ്യപ്പൻ നല്ലൊരു പണി പിണറായി കിട്ടുകൊടുത്തു എന്നുള്ളതായിരിക്കാം അതിന്റെ അർത്ഥം. ഇനി അടുത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന 1250 സംതിങ് ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലുണ്ട്. അതിൽ 50 ക്ഷേത്രങ്ങളോളം മാത്രമേ ലാഭത്തിലുള്ളൂ, ബാക്കിയെല്ലാം മറ്റ് ക്ഷേത്രങ്ങളുടെ വരുമാനം വെച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയും വളരെ കൃത്യമായിട്ട് കണക്കിൽ വെട്ടിപ്പുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇത് കൃത്യമായിട്ട് നിരീക്ഷിച്ച് കൃത്യമായിട്ട് അതിൽ നടപടികൾ എടുത്താൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടി വരുമാനം ആ ക്ഷേത്രങ്ങളിൽ നിന്നുണ്ടാകും എന്നുള്ള ഒരു ഭാഷ. അതായത് സർക്കാർ ഈ ക്ഷേത്രങ്ങളൊന്നും തന്നെ കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കുന്നില്ല, കൃത്യമായിട്ടുള്ള ഭരണം നടത്തുന്നില്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഭരണം മര്യാദയ്ക്കുള്ള രീതിയിൽ നടത്തുന്നില്ല എന്ന് തന്നെയല്ലേ അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് വളരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ നടത്തി കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സർക്കാർ അതിന് കൃത്യമായിട്ടുള്ള നടപടി ഉചിതമായിട്ടുള്ള രീതിയിൽ എടുക്കണം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതില് ആദ്യം തന്നെ വെള്ളാപ്പള്ളി നടേശൻ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ആർക്കെങ്കിലും എതിരെ ഒരു പരാതി സർക്കാരോ അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡോ കൊടുത്തോ ഏതെങ്കിലും അതോറിറ്റിയിൽ? ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ സ്വർണത്തിൽ കുറവ് വന്നു, ഒരു FIR ഇടാൻ ഈ പിണറായി വിജയന്റെ പോലീസിന് സാധിച്ചോ? ഇതൊക്കെ താങ്കൾ ചോദിക്കേണ്ടത് ഈ പിണറായിയോട് തന്നെയാണ്. അയ്യപ്പ സംഗമത്തിൽ പോയി ഒരേ കാറിൽ യാത്ര ചെയ്ത് ഒരേ വേദി പങ്കിട്ടതാണല്ലോ. പിന്നെ അടുത്ത ഒരു ആവശ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഈ ഭരണസമിതിയുടെ കാലത്തല്ല ഈ സ്വർണ്ണപ്പാളി വിവാദം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇതിന് മുന്നത്തെ ഭരണസമിതിയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2019 ഈ സ്വർണം പൂശിയ ആ ഒരു സംഭവം വീണ്ടും പൂശാൻ വേണ്ടി നടപടിയെടുത്തത് എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശൻ മനസ്സിലാക്കണം. അതായത് 2019 ഈ പറയുന്ന പിണറായി തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്.
പിണറായി നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെയാണ് അവിടെ ദേവസ്വവും ഭരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്ത് 2019 ആദ്യകാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണനും 2019 നവംബർ തൊട്ട് എൻ വാസുവുമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോ അതിനും പിണറായി കെട്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പണി കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ വരെ വഞ്ചിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ദേവസ്വം ബോർഡിൽ നിന്ന് എന്ത് സാധനങ്ങളാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ശബരിമലയിലെ ആ ഒരു അസറ്റ്, സ്വർണ്ണപ്പാളി, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഹൈക്കോടതിയുടെ മുൻകൂട്ടിയുള്ള ആ ഒരു അനുമതി വാങ്ങണം എന്നുള്ളതാണ്. ആ സമയത്ത് ആ ഹൈക്കോടതിയുടെ അനുമതി പോലും വാങ്ങിക്കാതെ ചട്ടവിരുദ്ധമായിട്ടല്ലേ ഈ അറ്റകുറ്റപ്പണികൾക്കായിട്ട് ചെന്നൈക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് എന്ന് കൂടി നമ്മളുടെ വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു. അപ്പോ പ്രശാന്തും കുറ്റക്കാരനാണ് വെള്ളാപ്പള്ളിയുടെ ആ ഒരു ദൃഷ്ടിയിൽ. അതായത് പ്രശാന്ത് ആണല്ലോ 2025 ഇത് ഹൈക്കോടതിയെ പോലും അറിയിക്കാതെ, ഒരു മനുഷ്യൻ പോലും അറിയാതെ ആ ദേവസ്വം ബോർഡിന്റെ മാത്രം നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നേരെ ചെന്നൈക്ക് വിട്ടത്. അത് അവിടെ തന്നെ സന്നിധാനത്ത് വെച്ച് ശരിയാക്കാവുന്ന കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെന്നൈക്ക് കൊടുത്തുവിട്ടത് എന്തിനാണ് എന്നുള്ളത് അത് കോടതി ചോദിച്ചോളൂ. പിന്നെ മാധ്യമങ്ങൾ ചോദിച്ചു, അപ്പോ ഈ ഒരു വീഴ്ച സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നല്ലേ താങ്കൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ കൃത്യമായിട്ട് ഇതിനെ വീഴ്ചയാണ് എന്നല്ല പറയേണ്ടത്, ഇത് കട്ടുകൊണ്ടുപോയി എന്ന് തന്നെയാണ് പറയേണ്ടത്. അതായത് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട്, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ സ്വർണം മോഷ്ടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ആസൂത്രണം ചെയ്ത് നടത്തിയ സ്വർണ്ണ കൊള്ളയാണ് ഇത് എന്ന് തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പിന്നെ ഇലക്ഷനെ കുറിച്ച് ഒരു ചോദ്യം, അത് സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ വെള്ളാപ്പള്ളിയോട് ചോദിക്കണമല്ലോ. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു, 1ാം ടേം കഴിഞ്ഞു, 2ാം ടേം കഴിഞ്ഞു, 3ാമതും പിണറായി തന്നെ അധികാരത്തിൽ വരും എന്നും കൂടി അദ്ദേഹം പറഞ്ഞു. അതായത് ഇത്രയൊക്കെ കൊള്ള നടത്തിയിട്ടും ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടും നമ്മളുടെ പ്രബുദ്ധ ജനത എന്ന് പറയുന്നത് കേരളത്തിലേത്, സാക്ഷര പ്രബുദ്ധ ജനത എന്ന് പറയുന്നത് കേരളത്തിലേത്, അവര് ഇനിയും പിണറായിക്ക് വോട്ട് ചെയ്യും. കാരണം അവര് മണ്ടന്മാരാണ് എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിച്ചത് ആ ഒരു ആക്കിപ്പറച്ചിലൂടെ.